പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. കുവൈറ്റ് ഒമാൻ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. വിമാനങ്ങളുടെ പുതുക്കിയ യാത്രാ സമയക്രമം, ടിക്കറ്റ് ബുക്കിംഗ് വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന കുവൈറ്റിലേക്കുള്ള വിമാന സർവീസുകൾ ഒമാൻ എയർ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മാറ്റം. സർവീസുകൾ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രവാസികൾ. എന്നാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഈ വാർത്ത വലിയ ആശ്വാസം നൽകുന്നതാണ്. ടെർമിനൽ 4 വഴി കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് ഒമാൻ എയർ പുനരാരംഭിച്ചത്. യുദ്ധത്തെ തുടർന്ന് മേഖലയിലെ ചില ഭാഗങ്ങളിൽ വ്യോമാതിർത്തി അടച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് ആദ്യം മുതലാണ് കുവൈറ്റ് ഉൾപ്പെടെയുള്ള മേഖലയിലെ നിരവധി സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഒമാൻ എയർ നിർത്തിവച്ചിരുന്നത്. കുവൈറ്റ് വിമാനത്താവളം ടെർമിനൽ 4 നിന്ന് വിദേശ വിമാന സർവീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുനരാരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഒമാൻ എയറും സർവീസുകൾ വീണ്ടും ആരംഭിക്കുന്നത്. എന്നാൽ ഇനി ടെർമിനൽ 1 പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുന്നതോടെ സർവീസ് അവിടെ നിന്നായിരിക്കും നടത്തുക. സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനലിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും എയർലൈൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് പല സർവീസുകളും നടത്തിയിരുന്ന ടെർമിനൽ 1 പകരമായി ഇനി മുതൽ ടെർമിനൽ 4 വഴിയായിരിക്കും ഒമാൻ എയർ സർവീസുകൾ നടത്തുക. അതിനാൽ യാത്രക്കാർ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ പറയുന്നു. അതായത് വിമാനത്താവളത്തിലെത്തുമ്പോൾ ടെർമിനൽ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിമാനങ്ങളുടെ പുതുക്കിയ യാത്രാ സമയക്രമവും ടിക്കറ്റ് ബുക്കിംഗ് വിവരങ്ങളുമെല്ലാം വിശദമായി അറിയാൻ യാത്രക്കാർ ഒമാൻ എയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം സന്ദർശിക്കുക. കൂടാതെ കൂടുതൽ സഹായങ്ങൾക്കായി എയർലൈനിന്റെ കസ്റ്റമർ കെയർ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.